കഥ പറഞ്ഞുതരാം. എന്താണ് ഒരു രാജ്യത്തിന്റെ കഥയാണത്. എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? ആ രാജ്യത്ത് ഭരണം നടത്തുന്ന ഭരണാധികാരിക്ക് ഒരു കൊല്ലം മാത്രമേ ഭരിക്കാൻ ആ നാട്ടുകാർ അവസരം കൊടുക്കുള്ളൂ. ഒരു നാടുണ്ടായിരുന്നു എത്ര, ആ നാട്ടിൽ ഒരു വർഷം മാത്രമേ ആ നാട്ടിലെ ഭരണാധികാരി ഭരിക്കാൻ പാടുള്ളൂ. 364 ദിവസം വൈകുന്നേരമാകുന്നതോടുകൂടെ ഒരു തോണി സംഘടിപ്പിച്ചിട്ട് ആ തോണിയിൽ രാജാവിനെ ഇരുത്തിയിട്ട് അവരെങ്ങോട്ട് കൊണ്ടുപോകും? തൊട്ടപ്പുറത്തൊരു ദ്വീപുണ്ട്, ആളൊഴിഞ്ഞ ദ്വീപ്. ആ ദ്വീപിൽ കൊണ്ടുപോയിട്ട് രാജാവിനെ ഇട്ടേച്ച് പാറാവുകാർ തിരിച്ചു പോരും. പിന്നീട് ഒറ്റക്ക് രാജാവ് അവിടെ താമസിക്കണം. അവിടെ പോയ ഒരു രാജാവും ജീവിച്ചിരിക്കാറില്ല. കാരണം എന്താണ്? അവിടെ മുഴുവൻ വിഷജന്തുക്കളാണ്, പാമ്പുകളാണ്, സിംഹങ്ങളാണ്, ചെന്നായ്ക്കളാണ്, കടുവകളാണ്. വനനിബിഡമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് ഒരു രാജാവിന് അവിടെ രാജാധികാരം ഏറ്റെടുക്കാൻ എല്ലാവർക്കും പേടിയാണ്. അധികാരം ഏൽക്കുന്ന ദിവസം എല്ലാവരും നല്ല പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കും. രാജാവിനെ എല്ലാവരും ആനയിച്ചു കൊണ്ടുവരും. രാജാവ് വലിയ സന്തോഷത്തിലാണ്. 200 ദിവസം കഴിയുമ്പോഴേക്ക് രാജാവിന്റെ മുഖം ഇങ്ങനെ മ്ലാനമാവാൻ തുടങ്ങി. 300 ദിവസമാകുമ്പോഴത്തേന് രാജാവ് ആകെ ബേജാറായും. 360 ദിവസമാകുന്നതോടുകൂടെ രാജാവ് കരയാൻ തുടങ്ങും. ഇനി 4 ദിവസം ആയുസ്. 364 ദിവസം വൈകുന്നേരമാകുന്നതോടുകൂടെ തോണി വരും. പാറാവുകാര് രാജാവിനെ ഇരുത്തും, അടുത്ത ദ്വീപ് കൊണ്ടുപോയാക്കും. അവര് തിരിച്ചു പോരും. രാജാവിനെ അവിടെ ഹിംസ്ര ജന്തുക്കൾ കൊന്നു തിന്നു. ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഓരോ രാജാക്കന്മാരും 364 ദിവസം ആ ദ്വീപിലേക്ക് പോകുമ്പോ കരഞ്ഞിട്ടാണ് പോവുക, സങ്കടപ്പെട്ടിട്ടാണ് പോകുക, വിങ്ങിപ്പൊട്ടിയാണ് കടന്നു പോകുക, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കടന്നു പോവുക. എന്നാൽ ഒരു രാജാവ് വന്നു. ആ രാജാവ് 364 ദിവസം വൈകുന്നേരമായപ്പോ അദ്ദേഹത്തെ ആ ദ്വീപിലേക്ക് കൊണ്ടുപോകുമ്പോ ചിരിക്കാണ്, ആഹ്ലാദിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്, ആർമാദത്തോടെ ആർത്തുല്ലസിക്കുകയാണ്. ആളുകൾക്കൊക്കെ വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം എന്താണ്? 364 ദിവസം ഏതൊക്കെ രാജാവിനെ അപ്പുറത്ത് കൊണ്ടുപോയാക്കിയോ എല്ലാവരും കരഞ്ഞിട്ടാ പോയത്. ഈ രാജാവ് മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോവാണ്. എന്തേ അതിന്റെ കാരണം? ആ കാരണം കൂടി ആ കഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? 364 ദിവസം മുമ്പ് ഈ രാജാവ് തന്റെ ഒന്നാമത്തെ രാജ്യത്തിന്റെ ഭരണമേറ്റെടുത്ത ഒന്നാമത്തെ ദിവസം, അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത് 364 ദിവസമാണ്. ഒന്നാമത്തെ ദിവസം അദ്ദേഹം തനിക്ക് പറ്റിയ തന്റെ പ്രജകളിൽ നിന്ന് നല്ല ആരോഗ്യ ദൃഢഗാത്രരായ കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തെ ദിവസം അവർക്ക് വലിയ 1, 2, 3 തോണികൾ സൗകര്യം ചെയ്തു. എന്തിനെ? അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ദ്വീപിലേക്ക് പോകണം. ഏത് ദ്വീപില്? എന്റെ ഭരണം കഴിഞ്ഞാൽ ഞാൻ കടന്നു പോകാനുള്ള ദ്വീപില്ലേ, ആ ദ്വീപിലേക്ക് നിങ്ങൾ ഇപ്പൊ കടന്നു പോകണം. അതെന്തിനാ രാജാവേ? അവിടെയുള്ള മുഴുവൻ ചെന്നായ്ക്കളെയും നിങ്ങൾ അമ്പെയ്ത് കൊല്ലണം, മുഴുവൻ സിംഹങ്ങളെയും വകവരുത്തണം, മുഴുവൻ പാമ്പുകളെയും കൊന്നുകളയണം, മുഴുവൻ ഹിംസ്ര ജന്തുക്കളെയും ഇല്ലായ്മ ചെയ്യണം. അവരേറ്റു, ഞങ്ങൾ ഏറ്റു രാജാവേ, ഞങ്ങൾക്കുള്ള ഭക്ഷണം വേണം, എല്ലാ അലോട്ട്മെന്റും കൊടുക്കാണ്, എന്താവശ്യമുണ്ടോ അതെല്ലാം രാജാവ് അനുവദിക്കുകയാണ്. ആ യാത്രാ സംഘം പോയി. ആരോഗ്യ ദൃഢഗാത്രരായ പടയാളികൾ മുഴുവൻ ചെന്നായ്ക്കളെ കൊന്നു, അവിടെയുള്ള ഹിംസ്ര ജന്തുക്കളെ കൊന്നു, വന്യജീവികളെ കൊന്നു, പാമ്പുകളെ കൊന്നു. 1 മാസം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വന്നു രാജാവിന്റെ അടുത്തേക്ക്. രാജാവേ, ആ ദ്വീപിൽ ഇപ്പൊ ഒരൊറ്റ ജീവിയില്ല, ശാന്തമായ ദ്വീപാണ്. രാജാവ് അടുത്ത 2ാമത്തെ മാസം അവിടെ നാട്ടിലുള്ള ആശാരിമാരെ മുഴുവൻ വിളിക്കുകയാണ്, മരം വെട്ടുകാരെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ നാട്ടിലേക്ക് പോകണം, അവിടെയുള്ള അനാവശ്യമുള്ള മരങ്ങളൊക്കെ വെട്ടണം, നല്ല വെട്ടുവെളുപ്പുള്ള സ്ഥലമാക്കണം, നല്ല വെളിച്ചം കിട്ടുന്ന ഇടമാക്കണം, ആ മരങ്ങളൊക്കെ ഈർന്ന് നല്ല മനോഹരമായ ഒരു കൊട്ടാരം അവിടെ പണിയണം. 4 മാസത്തിനുകൊണ്ട് ആ പണിയൊക്കെ തീർത്തിട്ട് ആശാരിമാരും മരം വെട്ടുകാരും മടങ്ങി വന്നു. അവര് പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് വേണ്ടി ഒരു വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ ചുറ്റും നല്ല മതില്, അതുപോലെ മനോഹരമായ ഉദ്യാനങ്ങൾ എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടാണ് വന്നത്. രാജാവിന് സന്തോഷമായി. ആ ദൗത്യം കഴിഞ്ഞു. 3ാമത്തെ മാസം, അടുത്ത മാസമായപ്പോഴേക്ക്, 6ാമത്തെ മാസമായപ്പോഴേക്ക് രാജാവ് നന്നായി കൃഷി ചെയ്യാൻ അറിയുന്ന കൃഷിക്കാരായ ആളുകളെ വിനിയോഗിച്ചു. അവരോട് ചെന്നിട്ട് പറഞ്ഞു, ആ ദ്വീപിൽ നന്നായി കൃഷി ചെയ്യണം, നല്ല പഴമുള്ള സസ്യങ്ങൾ പിടിപ്പിക്കണം, നല്ല ധാന്യങ്ങൾ കൃഷി ചെയ്യണം. ദൂതന്മാര് പോയി
അവിടെ ചെന്ന് നന്നായി കൃഷി ചെയ്തു, നല്ല പോലെ വിളയെടുത്തു, നല്ല പോലെ പഴങ്ങൾ കായ്ച്ചു നിൽക്കാൻ തുടങ്ങി. അവര് മടങ്ങി വന്നു. പിന്നെ രാജാവ് 360ാമത്തെ ദിവസമായി. രാജാവിന് സന്തോഷമാണ്. എന്താ സന്തോഷം? രാജാവ് പോകുന്നത് പഴയ ഭയാനകമായ ദ്വീപിലേക്കല്ല. അവിടെ മനോഹരമായ കൊട്ടാരമുണ്ട്, ഉദ്യാനമുണ്ട്, പൂന്തോട്ടമുണ്ട്, പഴങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, മനോഹരമായ അരുവിയുണ്ട്, വലിയ എല്ലാ സൗകര്യങ്ങളുമുള്ള മണിമാളികയുണ്ട്. 365ാമത്തെ ദിവസം, 364ാമത്തെ ദിവസത്തിന്റെ വൈകുന്നേരം രാജാവിനെ തോണിയിൽ ഇരുത്തിയപ്പോ ആഹ്ലാദ തിമർപ്പുകളോടുകൂടെ രാജാവ് തോണിയിൽ കയറിയിരുന്നു. എന്തേ കാരണം? എനിക്ക് പേടില്ല. ഇതുവരെയുള്ള രാജാക്കന്മാരൊക്കെ പോയത് ചെന്നായും കടുവയും സിംഹമുള്ള ദ്വീപിലേക്കാണ്. അതുകൊണ്ട് അവ തിന്നു. എനിക്ക് പേടിയില്ല. ആരെ പേടിക്കാനാ? എനിക്കവിടെ വീടുണ്ട്, സൗകര്യമുണ്ട്, താമസ സൗകര്യമുണ്ട്, വെപ്പാട്ടികളുണ്ട്, ഇഷ്ടം പോലെ പഴമുണ്ട്. പട്ടിണി ഞാൻ ഭയക്കേണ്ടതില്ല. ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞത് എന്നറിയോ? എന്തിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്? അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി. ഇത് ദുആ ചെയ്യുമ്പോ കൽബിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വിചാരം വന്നിട്ടുണ്ടോ? ബാപ്പാന്റെ മയ്യത്ത് മാർബിളിട്ട വീട്ടിൽ നിന്നിറക്കുമ്പോ പൊന്നുമോനെ വിചാരിക്കാണല്ലോ, ബാംഗ്ലൂരിൽ പോയിട്ട് ബാപ്പ തന്നെ സെലക്ട് ചെയ്തിട്ട് സ്ക്വയർ ഫീറ്റിന് 130 രൂപ വിലയുള്ള മാർബിൾ കൊണ്ടുവന്നതാണ്. ആ മാർബിൾ ഉള്ള വീട്ടിൽ നിന്ന് ബാപ്പ പോകുന്നത് മണ്ണിലേക്കാണല്ലോ. അല്ല മോനെ, അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരി. അദ്ദേഹം പോകുന്നത് അതിലേറെ നല്ല മനോഹരമായ കൊട്ടാരത്തിലേക്കാണ്. എപ്പോ മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മർറാത്ത്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു കൊട്ടാരം പണിയും. അപ്പൊ ഒരു കൊട്ടാരം നമ്മൾ അവിടെ പണിയണം. മൻ ബന ലില്ലാഹി ബൈത, ആരെങ്കിലും ദുനിയാവിൽ ഒരു പള്ളി പണിതാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുന്നാൾ. അപ്പൊ മരിച്ചു പോകുമ്പോ കരയണോ? വേണ്ട. അവിടെ കൊട്ടാരണ്ട്, ആ കൊട്ടാരത്തിലേക്കാണ് പോണത്. അവിടെ വെപ്പാട്ടികളുണ്ട്, അവിടെ കൃഷിയുണ്ട്. പറഞ്ഞില്ലേ നബിതങ്ങൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പരിശുദ്ധമായ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ മിൻ സിറാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ തൈകളാണ് മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ആ ദിക്റിന്റെ പ്രത്യേകത എന്താണ്? അത് സ്വർഗ്ഗത്തിലെ മരമാണ്. അപ്പൊ നമുക്ക് വേണ്ടി മരം നടണം, നമുക്ക് വേണ്ടി ഈത്തപ്പന നടണം, നമുക്ക് വേണ്ടി അവിടെ പ്ലാന്റേഷൻ വേണം, നമുക്കവിടെ കൊട്ടാരം വേണം, നമുക്കവിടെ സൗകര്യം വേണം. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് 3 തുണിയിൽ മടങ്ങുമ്പോ അല്ലാഹുമ്മ അജ്ജിൽനി, പടച്ചോനെ എന്നെ വേഗം അങ്ങ് കൊണ്ടുപോയിക്കോണോ, എന്റെ കൊട്ടാരം ഞാൻ കാണുകയാണ്, എന്റെ മനോഹരമായ സ്വർഗ്ഗത്തിലെ മണിമേട ഞാൻ കാണുകയാണ്. അവിടെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടുന്ന് പണിയെടുക്കണം, അവിടെ നന്നാക്കാൻ. അതാണ് ബുദ്ധിയുള്ള രാജാവ് ചെയ്തത്. 365 ദിവസം ഞാൻ ഇനി താമസിക്കേണ്ടത്, എനിക്ക് 1 കൊല്ലേ ഭരിക്കാൻ കിട്ടുള്ളൂ. ഭരിക്കാൻ 1 കൊല്ലേ എനിക്ക് കിട്ടുള്ളൂ. ബാക്കി ഞാൻ ജീവിക്കേണ്ടതൊക്കെ ആ ദ്വീപിലാണ്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? അവിടെ നല്ല പണിയെടുപ്പിച്ചു. ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അവിടെ പണി നടക്കട്ടെ. 1 കൊല്ലം കൊണ്ട് രാജാവ് ആ ദ്വീപ് നന്നാക്കിയെടുത്തു. അയാൾക്ക് പേടിയില്ല, അയാൾ പോയി. നമുക്കൊരു 10-60 ആയുസ്സേ കൂടുതൽ കിട്ടുള്ളൂ. 61ാമത്തെ വയസ്സിലാണ് അറബി കണക്കിൽ നോക്കിയാൽ, ഇംഗ്ലീഷ് മാസത്തിന്റെ കണക്ക് നോക്കിയാൽ എന്റെ പിതാവ് പോയത് 61ാമത്തെ വയസ്സിലാണ്. അറബ് മാസത്തിന്റെ കണക്ക് പരിഗണിച്ചാൽ 63-ലാണ്. എന്റെ ബാപ്പ പോയിട്ടാണ് ആദ്യമായി എന്റെ വീടിന്റെ ആധാരം ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടത്. അതെന്റെ കയ്യിൽ പിടിച്ചപ്പോ ഞാൻ ആലോചിച്ചു, അല്ലാ
പ്രത്യേകിച്ച് അപകടങ്ങളോ പ്രയാസങ്ങളോ കാരണങ്ങളോ പ്രതിസന്ധികളോ ഒന്നും എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ ഞാനും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോ ഇതേ ആധാരം എന്റെ മകനും തുറന്നു നോക്കും, എന്റെ കുഞ്ഞിന്റെ കയ്യിലും ഞാൻ ഇത് വെച്ച് പോകേണ്ടതാണ്. അപ്പൊ പോകാനുള്ള ഒരു ചെറിയ പീരീഡ് ഉണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ ഇടക്ക് പണിയെടുക്കണം, ആ സമയത്തിന്റെ ഇടക്ക് അവിടേക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണം. ഇവിടെ 10,000-ന്റെ വീടെടുക്കുമ്പോ ഒരു 100 രൂപ അവിടേക്ക് ചെലവാക്കണം. ഈ 10,000-ന് നമ്മൾ വാങ്ങിയത് 60 വയസ്സ് വരെ ഉപകാരം ഉണ്ടാവുള്ളൂ.